കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആൾക്ക് നമ്പർ കൊടുത്തിട്ട് ഭയങ്കര വിളിയാ, ഒന്ന് കാണാൻ പറ്റുമോ, ഒന്ന് കാണാൻ പറ്റുമോ, ഒന്ന് കാണാൻ പറ്റുമോ. എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റൂലെങ്കിലും ഞാന് ദുബായിൽ വന്നാലും അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ എവിടെ ഞാൻ പോയാലും ഒരാൾക്കും എന്തില്ല കാണാൻ അവസരം കൊടുക്കൂല. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ആള് ദുബായിൽ പോയിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് സെൽഫി വീഡിയോ ഇങ്ങനെ ലൈവാണ്. അപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ദുബായിൽ പോയാലും സൗദി പോയാലും ഇന്ന ആർക്കും കാണാൻ പറ്റൂല, ഞാൻ കുറേ ആൾക്കാർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിങ്ങനെ വിളിച്ചോളിന്ന്. എന്തിനാണ് നമ്പർ കൊടുക്കുന്നത് അറിയോ? വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ ഗൂഗിൾ പേൻ്റെ ആ ബാർകോഡില്ലേ അതിങ്ങനെ അയച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ, ഫോൺ നമ്പർ അത് കൊടുക്കുക. അല്ലാതെ നമ്മൾ കാണാൻ കൊടുക്കൂല എന്നാണ് പറഞ്ഞത്. അതെന്താ കാണാൻ കൊടുക്കാത്ത ഹാമിദെന്ന് ചോദിച്ചാൽ, നമ്മൾ കാണാൻ കൊടുക്കൂലെന്ന്. ഈ ഹാമിദ് സൗദി അറേബ്യയിൽ പോയാൽ നേരെ പോകുക, മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യും, മദീനത്ത് പോയിട്ട് അവിടെ പിന്നെ മദീനത്ത് ഇപ്പോൾ പഴയ കുതൂലൊന്നും നടക്കണില്ല. അവിടെയൊക്കെ ഈ ആപ്പ് വെച്ചിട്ട് ആ ഒരു ടൈം ടു ടൈമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലൊക്കെ പ്രവേശിക്കാൻ പറ്റുക. അപ്പോൾ അവിടെ ഈ ഹറമൈൻ ഷെരീഫൈൻ എന്നാണല്ലോ പറയാം, ഇരു ഹറമുകൾക്ക്. ഈ ഇരു ഹറമുകളിലും ആളെയൊക്കെ പാടെ ഒഴിവാക്കി തരില്ല, ഒരു ചൂലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചു തരില്ല ആൾക്കാരെയൊക്കെ മാറ്റാൻ. എന്തെന്നോണയൊക്കെയാണ് ഹാമിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നല്ല, വേറെയും തള്ളുണ്ട്, കണ്ടോളിങ്ങൾ. എന്തുകൊണ്ട് ആളുകളെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന് ഹാമിദ് ആറ്റക്കോയ ഇവിടെ പറയുന്നുണ്ട്. പറയാന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം. എന്തായാലും പറയാം, കേൾക്കാം നമുക്ക്. എന്തല്ലേ നിങ്ങൾ പറയും, എന്തുകൊണ്ടാണ് എന്നോട് എല്ലാവരും ചോദിക്കും, എന്താ തങ്ങളെ പിന്നെ നിങ്ങൾക്കൊന്ന് വരുമ്പോ നിങ്ങളെ കാണാൻ വരുന്നവർക്കൊരു കാണാൻ അഹങ്കാരം കൊണ്ടല്ല കേട്ടോ. പേടിയും കൊണ്ടാണ് കേട്ടോ, അഹങ്കാരം കൊണ്ടൊന്നുമല്ല. കാര്യം എന്താണെന്നറിയോ? അവിടെ പോയിട്ട് എങ്ങാനും ഇയാള് ഈ മറ്റേ ഉറുക്കും ഏലസും പിന്നെ മറ്റേ ഇവരുടെ മന്ത്രവാദവും നടത്തി കഴിഞ്ഞാൽ പൂടിച്ചോണ്ടൊരു നല്ല പണി കിട്ടും. എമ്മാരി അടി എന്നറിയോ? ചാട്ടയടി എന്നൊക്കെയാണ് പറയല്. ഇപ്പം എന്താ ചൂരലും കൊണ്ടോ പ്ലാസ്റ്റിക്കും കൊണ്ടൊക്കെയാണ് ഇത്ര അടിക്കണത്. ആ അടി കിട്ടും. വേറൊന്നുമല്ല. എന്താ അറിയോ എന്നും ചോദിച്ചിട്ട് ഇങ്ങനെ പറ്റിക്കണ്ട. അവിടെ പോയിട്ട് ഇവിടുത്തെ ഈ നാടകങ്ങളി അവിടെ നടത്തി കഴിഞ്ഞാൽ പണി കിട്ടും ഹാമിദേ. പിന്നെ ആ രാജ്യത്ത് കണക്ക് കാലുകുത്താൻ പറ്റൂല. പറയ്. അതിന് കാരണമുണ്ട്. ആ കാരണം എന്താ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാ എന്നൊക്കെ പറഞ്ഞുതരാം. പറയില്ല. ഈ മുഴുവൻ വീഡിയോ യൂട്യൂബിലുണ്ട്, പോയി കണ്ടോളിയും. പറഞ്ഞിട്ടില്ല. പറയാത്തത് പേടിയും കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇയാളെന്തോ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ്. എന്തായാലും ബാക്കി പറയട്ടെ. അപ്പം നിങ്ങളെ പറയാം, ശരിയാ തങ്ങളെ, അത് നിങ്ങളെ പറഞ്ഞത് കറക്റ്റാണ് പറയും. അപ്പോൾ പറയാത്തൊരു കാര്യത്തിന് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? ശരിയാ തങ്ങളെ, ശരിയാണ് തങ്ങളെ, വല്ലാത്ത ശരിയായി പോയി തങ്ങളെ, തങ്ങളെ. അതിനെ കണ്ടവർക്കും അനുഭവമാണ്. ആള് കൂടുന്നു. പക്ഷേ ആള് അൽഹംദുലില്ലാ നൂറെ ഹബീബ് എവിടെ പോയാലും നൂറെ ഹബീബ് എവിടെ പോയാലും ആള് കൂടും. അന്ധവിശ്വാസികൾ കൂടുതലാണ് ലോകത്ത്. അപ്പോൾ എവിടെ പോയാലും ആള് കൂടും, അതിലൊന്നും സംശയമല്ല. കണ്ടവർക്ക് അനുഭവമാണെന്ന് പറഞ്ഞാൽ എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. എവിടുന്നോ എന്തോ കിട്ടിയിട്ടുണ്ട്. ആട്ടി വിട്ടിട്ടുണ്ടാവും. പോലീസ് പിടിച്ചിട്ട് പറഞ്ഞിട്ട് ആട്ടി വിട്ടിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും കുറച്ചുകൂടി പറയട്ടെ. അതെ, ഉണ്ടാവും കേട്ടോ. ശരി ഉത്തരം എന്നെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം എന്തുകൊണ്ടാണ് തങ്ങൾ അവരെ കാണാത്തത്. അപ്പൊ എനിക്കറിയാം. അന്നെ കുറിച്ച് അറിയണതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇജ്ജെങ്ങാനും പോയിട്ട് സൗദി അറേബ്യയിൽ എൻ്റെ ആ തരികിട നടത്തിയല്ലേ, എടുത്തിട്ട് പേഞ്ചും. സൗദി പോലീസ് നല്ല ചുള്ളൻ ചെക്കന്മാരുണ്ട്. ഓല് എടുത്ത പേഞ്ചുമ്പോൾ തന്നെ അത് ചൂരല് കസായൊക്കെ കിഡ്നീൻ്റെ മുമ്പൊരു പേഞ്ചലുണ്ട്. ഓക്കെ, കാണാത്ത. അപ്പൊ ഉത്തരം ആരെ പറയണ നോക്കാലോ. ഇപ്പം എന്തായി? ഞാൻ എന്താ എല്ലാവരെയും കാണാത്തതെന്നുള്ളത് നിങ്ങൾ പറയുന്നതായി. ഇപ്പോൾ ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനം ഉണ്ടോ ഹാമിദേ? അല്ല, ഇജ്ജ് സമ്മാനമൊക്കെ കൊടുക്കുന്ന ആളാണല്ലോ. ഉത്തരം ആരാ പറയണ എന്നെ കുറിച്ച് അറിയുന്നവർക്ക് അതറിയാം കേട്ടോ. കേട്ടു. ഉത്തരം പറഞ്ഞാൽ സമ്മാനം തരുമോ ഹാമിദേ? എന്നാ ഞാൻ പറഞ്ഞുതരാം. ഉത്തരം പറഞ്ഞാൽ സമ്മാനം തരുമോ? പടയല്ലേ പറഞ്ഞ് പറ്റിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങി വെക്കുക, പോക്കറ്റിൽ ഇടുക, ബാങ്കിൽ കൊണ്ടുപോയി നടക്കുക എന്നല്ലാതെ. പിന്നെ ഇപ്പോൾ എത്തിമക്കളെ പേരും പറഞ്ഞിട്ട് 100 വാങ്ങിയിട്ട് 50 പൈസയല്ലേ കൊടുക്കണത്? അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ലാസ്റ്റ് അത് ഇൻഷാ അല്ലാഹ് പറയാം കേട്ടോ. നമുക്ക് യാസീൻ ഓതാം. നൂറെ ഹബീബ് തങ്ങള് ഇനി ലാസ്റ്റ് പറയാ. യാസീൻ ഓതാന്നാ പറഞ്ഞത്.
മനസ്സിലായോ? ലാസ്റ്റ് പറയാൻ മറക്കല്ല, മനഃപൂർവ്വമാക്കിക്കാണ്, മറന്നിക്കല്ല, മനഃപൂർവ്വം പറയാതെ ഒഴിവാക്കി വിട്ടു. അപ്പം എന്താണ്, അവിടെ പോയിട്ട് കുതിര കളിച്ചാൽ അടി കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടാത്ത പണിക്ക് ചെന്ന് നിൽക്കണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള കേസ് കെട്ടുകളെടുത്ത് പോയിട്ട് നിങ്ങളെ ആഹ്റം ദുനിയാവും കളയല്ലേ ജനങ്ങളെ. നിങ്ങളെ പണവും പോകും, നിങ്ങൾ നാളെ സമാധാനം പറയേണ്ടി വരും അള്ളാഹുവിൻ്റെ അടുത്ത് എന്നുള്ളത് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.